വൈ 20.1 നമുക്ക് 20 പോരെ. നമ്മളിപ്പോൾ ഡാവിഞ്ചി റിസോൾവ് 20-ലാണെങ്കിൽ അത് പോരെ എന്നുള്ള ചിന്തയായിരിക്കും അല്ലേ. പക്ഷേ 20.1 എന്തുകൊണ്ടാണ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുന്നത് അറിയോ? 20.1ഉം 20 തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഒരു മേജർ അപ്ഡേറ്റ് തന്നെയാണ് 20.1ൽ വന്നേക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാർക്കൂൾ VFX സ്റ്റുഡിയോ. ആദ്യം തന്നെ നമ്മൾ ഡാവിഞ്ചി റിസോൾവ് ഓൺ ചെയ്ത ശേഷം മേലെ വന്നു കഴിഞ്ഞാൽ റിസോൾവ് 20യുടെ ഒരു ഐക്കൺ ഇവിടെ കാണാൻ പറ്റില്ല. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അബൌട്ട് ഡാവിഞ്ചി റിസോൾവ് എന്ന് കാണാൻ പറ്റും അല്ലേ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് വേർഷനിലാണ് ഇരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ നമുക്കിപ്പോൾ ഡാവിഞ്ചി റിസോൾവ് 20 എന്നാണ് കാണിക്കുന്നത് അല്ലേ. ഓണായി വരുമ്പോഴും ഈ ഒരു വിൻഡോ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കരുതും ഇപ്പോൾ 20-ലാണോ 21-ലാണോ ഡൗട്ട് ആവും അല്ലേ. അങ്ങനെയാണെങ്കിൽ താഴെ വന്ന് നോക്കിയാൽ വേർഷൻ ഇവിടെ കാണാൻ പറ്റും 20.1 ബിൽട്ട് 20. അപ്പോൾ 20-ൽ 20.1 ആണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20.1ഉം 20 തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇനി ഞാൻ തന്നെ നിങ്ങൾക്ക് അപ്ഡേഷൻ ഉണ്ടോ എന്ന് അറിയാൻ എന്ത് ചെയ്യണം, ഇവിടെ ഒന്ന് ഡാവിഞ്ചിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ഫോർ അപ്ഡേറ്റ്സ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും യുവർ സോഫ്റ്റ്വെയർ ഈസ് അപ് ടു ഡേറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇനി ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും അറിയാത്തവരുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്കൊരു മെസ്സേജ് അയക്കാം. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ ഒരു മെയിൻ അപ്ഡേറ്റിലേക്ക് പോവാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു അപ്ഡേറ്റ് ആണ് കേട്ടോ ഇത്. ഞാൻ നേരത്തെ വിചാരിക്കുകയായിരുന്നു എന്തുകൊണ്ട് ഇവർക്ക് പറ്റാത്ത കാര്യമല്ല, ഓൾറെഡി ഇവർ ഫ്യൂഷൻ പേജിൽ കൊടുക്കുന്നുണ്ട്. എന്താണ് ഒരു സെർച്ച് ബാർ. അപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. കൂടുതലൊന്നും പറയണ്ടല്ലോ, ബേസിക് ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന ആളുകളാണ്. അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചാനലിൻ്റെ അകത്ത് ബേസിക് വീഡിയോസ് ഉണ്ട്. അങ്ങനെയല്ല, ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ബേസിക് ഒക്കെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് ഓൺലൈൻ ക്ലാസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് എനിക്കൊരു ബ്ലർ എഫക്റ്റ് കൊണ്ടുവരണം. സാധാരണ ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നേരെ എഫക്ട്സിൻ്റെ അകത്ത് പോകും. അതിൻ്റെ അകത്ത് എന്താണ്, ഇവിടെ എഫക്ട്സും ഓപ്പൺ എഫക്ട്സും കാണാൻ പറ്റും അല്ലേ. അതിൻ്റെ അകത്ത് എഫക്ട്സ് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻ കാണാൻ പറ്റും. ഓപ്പൺ എഫക്ട്സിൽ ഒരുപാട് ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് നമ്മൾ തപ്പിത്തറിഞ്ഞ് ഇപ്പോൾ മേലെയുള്ള കാര്യം തന്നെ കണ്ടില്ല എന്ന് വരും. ഇന്നത് ഗോഷൻ ബ്ലർ ഡാഗ് ചെയ്ത് ഇവിടേക്ക് ഇടും. അപ്പോൾ ഇതൊരുപാട് ടൈം എടുക്കുന്ന ഒരു കാര്യമാണ്. പകരം നമ്മൾ എന്ത് ചെയ്യുക, 20.1 ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് സ്പേസ്. അപ്പോൾ ഈ ഒരു മെനു ഓണാവും. ഇവിടെ നമുക്കറിയാം ഗോഷൻ ബ്ലർ, അല്ലെങ്കിൽ നമുക്ക് ബ്ലർ സെർച്ച് ചെയ്താൽ മതി. കണ്ട, ഇവിടെ ഒരുപാട് ബ്ലറുകൾ വരും. അതിൻ്റെ അകത്ത് ഗോഷൻ ബ്ലർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലറായി. അതായത് ഏറ്റവും എളുപ്പത്തിൽ തപ്പിത്തെറിഞ്ഞ് പോകണ്ട. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആഡ് ചെയ്യണമെങ്കിലോ ഇതേ പറഞ്ഞ പോലെ തന്നെ തപ്പിത്തെറിഞ്ഞ് നടക്കേണ്ട ഒരു കാര്യമില്ല. ഷിഫ്റ്റ് സ്പേസ് അഡ്ജസ്റ്റ് എന്ന് വെച്ചാൽ മതി. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇവിടെ വരും. ക്ലിക്ക് ചെയ്യുക, ആഡ് ചെയ്യുക. കണ്ട, മേലേക്ക് ആഡ് ചെയ്യുക. ഇനി ഒരു ഫ്യൂഷൻ കോമ്പോഷൻ ആണ് വേണ്ടെങ്കിലോ അതും ഇതേപോലെ തന്നെ ഫ്യൂഷൻ എന്ന് അടിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്യൂഷൻ കോമ്പോഷൻ വരും. അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് കഷ്ടപ്പെടേണ്ട, പെട്ടെന്ന് ടപ്പ എന്ന് പരിപാടികൾ നടക്കും. ഈ ഒരു സംഭവം നമുക്ക് നേരത്തെ ഫ്യൂഷൻ്റെ അകത്ത് ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഇത് കളർ പേജിലും വന്നിട്ടുണ്ട്. കളർ പേജിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു എഫക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഷിഫ്റ്റ് സ്പേസ് അടിച്ച് ഒരു മെനു വരും. ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും, അതായത് ഇപ്പോൾ ഡിഹേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഡിഹേസ്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ക്ലിപ്പിലേക്ക് അത് ആഡ് ആവും. കണ്ടോ, അപ്പോൾ വളരെ സിമ്പിളാണല്ലേ. ഈ ഫെയർലൈറ്റ് കൂടുതൽ ഉപയോഗിക്കുന്നവർ സംശയിക്കേണ്ട, അതിൻ്റെ അകത്തും ഉണ്ട്. ഇപ്പോൾ ഫെയർലൈറ്റിൽ ഓഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടേക്ക് എന്തെങ്കിലും ഓഡിയോ ആഡ് ചെയ്ത് ഷിഫ്റ്റ് സ്പേസ് അടിക്കുക, നിങ്ങൾക്ക് വേണ്ട ഒരു എഫക്റ്റ് ഇവിടേക്ക് ആഡ് ചെയ്യുക. സിമ്പിൾ അല്ലേ. അപ്പോൾ ആദ്യത്തെ ഒരു മെയിൻ മേജർ അപ്ഡേറ്റ് ഇതാണ്. ഇനി രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം അല്ലേ. രണ്ടാമത്തെ ഇതിലേറെ ഞാൻ ആഗ്രഹിച്ചൊരു അപ്ഡേറ്റ് ആണ്. അത് അധിക കാലമൊന്നും ആയില്ല. സംഭവം 20 വേർഷൻ വന്നതിന് ശേഷമാണ് ഞാനത് ആഗ്രഹിക്കാൻ തുടങ്ങിയ കാര്യം. കളർ പേജിൻ്റെ അത് നമുക്ക് മാജിക് മാസ്ക് വേർഷൻ 2 കിട്ടിയിരുന്നു അല്ലേ. വളരെ ആക്യുറേറ്റ് ആയുള്ള കട്ടിങ് ആയിരുന്നു. മാത്രമല്ല ഡോട്ട് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു, വരച്ച് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഈ ഒരു സംഭവം നമുക്കിപ്പോൾ ഫ്യൂഷൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്യൂഷൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഫ്യൂഷൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് സ്പേസ് അടിക്കുക. എന്നിട്ട് ഇവിടെ മാജിക് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മാജിക് മാസ്ക് കാണാൻ പറ്റില്ല. അത് ഇവിടേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏത് സബ്ജക്റ്റിനെയാണോ സെലക്ട് ചെയ്യേണ്ടത് അത് വ്യൂവറിൽ വന്നിട്ട് ജസ്റ്റ് നമുക്ക് വേണ്ട ഏരിയാസിലൊക്കെ ഒരു ക്ലിക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് ബെറ്റർ ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഫാസ്റ്റർ കഴിഞ്ഞ് ഇപ്പോൾ ബെറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു സെലക്ഷൻ കിട്ടും. അപ്പോൾ ഞാൻ ഈ നെറ്റിയിലൊരു ക്ലിക്ക് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് വേണ്ട ഏരിയാസ് ഒക്കെ ഇതേപോലെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മാജിക് മാസ്ക് വേർഷൻ്റെ അകത്ത് കാണാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പോലെ പോയിന്റുകൾ ആഡ് ചെയ്യാം. കയ്യിലൊരു പോയിന്റ് ആഡ് ചെയ്യാം. ഡ്രസ്സിൽ എല്ലാ കളറിലൊക്കെ ഒന്ന് ഓരോ പോയിന്റുകൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഫൈനലായിട്ടും മീഡിയ ഔട്ട് ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ഔട്ട് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കട്ടായിട്ടുണ്ട് അല്ലേ. ഇനി വേണമെങ്കിൽ നമുക്ക് ബാക്ക്വേർഡ് ഫോർവേഡ് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഇതിനനുസരിച്ച് ട്രാക്ക് ആവും. ഓക്കെ അല്ലേ. എന്തെങ്കിലും ഒഴിവാക്കണമെന്നുണ്ടെങ്കിലോ, ഇപ്പോൾ ഈ കൈ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ കണ്ടോ കൂടുതലായിട്ട് ഒഴിവായിട്ട് പോകുന്നത്. അപ്പോൾ ആ കളർ ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ട് അത് മായ്ച്ച് കളയും.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാജിക് മാസ്ക് വേർഷൻ 2 യൂസ് ചെയ്യുന്നത്. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു അപ്ഡേറ്റ് ആണ്. ഇതും ഒരു മേജർ അപ്ഡേറ്റ് തന്നെ വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് അടുത്തൊരു അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം അല്ലേ. അടുത്തൊരു കുഞ്ഞ് അപ്ഡേറ്റ് വരുന്നത് എവിടെയാണ്, നമ്മുടെ കീ ഫ്രെയിംസിൻ്റെ അകത്ത്. കീ ഫ്രെയിം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയൊരു ഏരിയ മിസ്സാവുകയാണ് അല്ലേ. ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് എഴുതി വെച്ച കാരണം. അപ്പോൾ അത് ഓഫ് ചെയ്യാനൊരു ഓപ്ഷൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കീ ഫ്രെയിംസിൻ്റെ അവർ എന്തൊക്കെയാണോ അതിൻ്റെ പേരുകൾ കാര്യങ്ങളില്ലേ ഈ ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതേപോലെ ഗ്രാഫിൻ്റെ അകത്ത് നമുക്ക് കൂടുതലൊരു സ്ഥലം കിട്ടുകയാണ് ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കാണാനും പറ്റും. ഓഫ് ചെയ്തിട്ടുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാനും പറ്റും. ഇത് കീ ഫ്രെയിമുമായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ. അടുത്തായിട്ട് വരുന്ന ഒരു അടിപൊളി അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ റീടൈമിങ്. അതായത് നമ്മൾ സ്പീഡ് റാമ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരു വീഡിയോ ജസ്റ്റ് ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് സ്പീഡ് ഡ്യൂറേഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീടൈം കൺട്രോൾ എന്ന് കാണാൻ പറ്റില്ലേ. റീടൈം കൺട്രോൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് റാമ്പ് ഒക്കെ ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 100 എഴുതിൻ്റെ താഴെയുള്ള ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് സ്പീഡ് പോയിന്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ സ്പീഡ് പോയിന്റ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ താഴെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് സാധാരണ ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആദ്യമൊക്കെ ഇവിടെ ഒരു ഗ്രാഫ് വരുമായിരുന്നു. ഈ ഗ്രാഫ് നമുക്ക് രണ്ടാമതും ഇപ്പോൾ അവൈലബിൾ ആണ്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഉണ്ടോ, മൈക്കിന് തൊട്ട് ബാക്കിലായിട്ട് കീ ഫ്രെയിംസിൻ്റെ അത് ക്ലിക്ക് ചെയ്യുക. അതിലിപ്പോൾ നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് എങ്ങനെയായിരിക്കും, ഇതേപോലെ ഒരു കീ ആയിരിക്കും അല്ലേ. കീ ഫ്രെയിമിൻ്റെ കീ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ കീക്ക് പകരം നമുക്ക് ഗ്രാഫാണ് വേണ്ടെങ്കിൽ ഈ കീയുടെ തൊട്ട് ലെഫ്റ്റ് സൈഡിലെ ഗ്രാഫ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ താഴേക്കുള്ള ഗ്രാഫൊക്കെ ഓഫ് ആണെങ്കിൽ അത് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രാഫ് ഓൺ ചെയ്യാം. ഓക്കെ അല്ലേ. ഈ മേലെയും ക്ലിക്ക് ചെയ്യണം, തൊട്ട് താഴെ സ്പീഡ് എന്നുള്ള ഈ ഓപ്ഷനിലും ക്ലിക്ക് ചെയ്യണം. അവിടെ ഗ്രാഫ് വന്നു അല്ലേ. അപ്പോൾ നമുക്കിത് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ വലിച്ചിട്ട് ഗ്രാഫിൻ്റെ മേലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഗ്രാഫ് കൺട്രോൾ ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ ഗ്രാഫ് കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ പുതിയ പോയിന്റുകളൊക്കെ ആഡ് ചെയ്യാനും അതേപോലെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് സ്പീഡിൽ വന്നിട്ട് പിന്നെ സ്ലോ മോഷൻ ആവുന്ന ഒരു എഫക്റ്റ്. അപ്പോൾ സ്പീഡ് റാമ്പിങ്ങിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ഡാർക്ക് വൂൾഫ് എന്ന് കൂട്ടിയിട്ട് സ്പീഡ് റാം ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. ഇനി അടുത്തൊരു അടിപൊളി അപ്ഡേറ്റ് ആണ്. നമ്മളിപ്പോൾ ഈ ഒരു പ്ലേ ഹെഡ്, അതായത് ഈ ചുവന്ന സംഭവം പ്ലേ ഹെഡ്, ഇതിങ്ങനെ മൂവ് ചെയ്താലാണ് നമുക്ക് വീഡിയോ കാണാൻ പറ്റില്ലേ. അപ്പോൾ നമുക്കിതിങ്ങനെ മൂവ് ചെയ്ത് കറക്റ്റ് പൊസിഷൻ കിട്ടേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഈ ഒരു സമയത്ത് നമ്മൾ സാധാരണ ഇതിൽ മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. പകരം നമ്മളിത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഇവിടെ എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കണം അല്ലേ. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ പ്ലേ ഹെഡ് മൂവ് ആവും. താഴെ ഒന്നും ക്ലിക്ക് ചെയ്താൽ മൂവ് ആവില്ല. പകരം ഈ ഒരു മീറ്റർ ഉണ്ടല്ലോ മേലെ കൂടെ പോകുന്നത്, ഈ മീറ്ററിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ജമ്പ് ആവും അല്ലേ. അതിന് പകരം നമ്മളെ മൗസിൻ്റെ കൂടെ തന്നെ ഈ പ്ലേ ഹെഡ് വരാനൊരു ഓപ്ഷൻ ഉണ്ട്. കീബോർഡിൽ സി ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിക്കുക, കണ്ടോ. എന്നിട്ട് വെറുതെ മൗസ് എവിടെയും പ്രസ് ചെയ്യൊന്നും വേണ്ട, ക്ലിക്ക് ചെയ്യൊന്നും വേണ്ട, വെറുതെ സി പ്രസ് ചെയ്ത് പിടിക്കുക ലെഫ്റ്റ് ഹാൻഡിൽ. എന്നിട്ട് റൈറ്റ് ഹാൻഡിൽ എന്ത് ചെയ്യുക, മൗസ് വെറുതെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇതേപോലെ ആ ഒരു മൂവ്മെൻറ്റ് കിട്ടും. ജസ്റ്റ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്യുന്ന അതേ എഫക്റ്റ് തന്നെയാണ്, എന്നാലും കുറച്ചും കൂടെ ഈസി ആണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടൊരു മൂവ്മെൻറ്റും കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും മൗസ് പോയിന്റർ വെച്ചിട്ട് അവിടെ സി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് ആ ഒരു കേഴ്സർ ജമ്പ് ചെയ്യും. അതായത് നമ്മൾ ഈ ക്ലിക്ക് ചെയ്യുന്നതിന് സമം തന്നെ ആയിട്ട് സി എന്നുള്ളൊരു ബട്ടൺ നമുക്ക് യൂസ്ഫുൾ ആവും. ഇത് ആവശ്യമുള്ളവർ എന്തായാലും ഉണ്ടാവും. തുടക്കക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിലും അത്യാവശ്യം FCP ഒക്കെ യൂസ് ചെയ്ത് ശീലമായിരിക്കും ഈ ഒരു സംഭവം വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അടുത്തായിട്ട് എനിക്ക് വേറെപ്പെട്ട അടിപൊളി ഒരു അപ്ഡേറ്റ് ആണ്. നമ്മൾ ഫോട്ടോഷോപ്പിൻ്റെ അകത്ത് എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഈ അൺറിയൽ എഞ്ചിൻ്റെ 3D ലൈവ് റെൻഡറിങ്ങിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആണ് അൺറിയൽ എഞ്ചിൻ. അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നത് കരുതുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു ഫയൽ സേവ് ചെയ്യണം. ഏത് ഫോർമാറ്റിലാണ്, Command+Shift+S അടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് സേവ് ചെയ്യാൻ പറ്റും. ആസ് എ ഫോട്ടോഷോപ്പ് ഫയലായിട്ട് നമുക്കിത് സേവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്, ഫോട്ടോഷോപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ നമുക്ക് വേണ്ടൊരു പേര് കൊടുക്കുക. അപ്പോൾ ഞാൻ 1 എന്നുള്ളൊരു പേര് കൊടുത്ത് തൽക്കാലം ഞാൻ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യുകയാണ്. നിങ്ങൾ വേറെ എവിടെയെങ്കിലും നല്ലൊരു സ്പേസിൽ സേവ് ചെയ്യുക കേട്ടോ. ഓക്കെ കൊടുത്തു. ഇനി നമ്മൾ തിരിച്ച് ഡെസ്ക്ടോപ്പിൻ്റെ അകത്ത് വന്നിട്ട് ആ ഒരു ഫയൽ, ആ പെർട്ടിക്കുലർ ഒരു ഫയൽ അത് തന്നെ എടുക്കണം കേട്ടോ, മാറിപ്പോരുത്. അത് എടുത്ത ശേഷം നമ്മൾ ഡാവിഞ്ചി റിസോൾവിൻ്റെ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ ആണേ. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഇനി എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ ഞാൻ സാധാരണ ഇതിൽ എന്ത് ചെയ്യണം, ഫോട്ടോഷോപ്പിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തിയ ശേഷം അത് വീണ്ടും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് ഡാവിഞ്ചിയിലേക്ക് ഇടണം അല്ലേ. പക്ഷേ ഇപ്പം നമ്മൾ ഡയറക്റ്റ് ഫോട്ടോഷോപ്പിൻ്റെ അകത്ത് നിന്ന് പ്രീമിയറിലേക്ക് എങ്ങനെയാണോ കൊണ്ടുവന്നത് അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ അൺറിയൽ എഞ്ചിൻ എന്നുള്ള സംഭവം ഇവിടുന്ന് ഡിലീറ്റ് ചെയ്തു. അതേപോലെ ഈ ലോഗോയും ഡിലീറ്റ് ചെയ്തു, ഒക്കെ കളഞ്ഞു കേട്ടോ. ഇനി Command+S അടിച്ചിട്ട് അല്ലെങ്കിൽ Ctrl+S അടിച്ച് സേവ് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ തിരിച്ച് ഞാൻ ഡാവിഞ്ചി റിസോൾവിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു മാറ്റം കണ്ടോ,
അത് ഇവിടെയും വന്നിട്ടുണ്ട്. അതായത് റിയൽ ടൈം എഡിറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരേ ടൈമിൽ ഇത് രണ്ടും നമുക്ക് വർക്ക് ചെയ്യാം. കൺട്രോൾ+, കമാൻഡ്+, അടിച്ച് സേവ് ചെയ്യണം എന്നുള്ള കാര്യം മസ്റ്റ് ആണ് കേട്ടോ. ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ആ ഒരു മാറ്റം നമുക്ക് ഡാവിഞ്ചിയുടെ അകത്തും വന്നിട്ടുണ്ടാവും. അപ്പം തന്നെ വരുന്ന സമയത്ത് കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ മൂവ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് ഇവിടേക്ക് മാറിയിട്ടുണ്ടാവും കേട്ടോ. ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന എവിടെയാണെന്ന് അറിയാം, നമ്മൾ റീൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു തംബ്നെയിൽ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ യൂട്യൂബ് തരുന്നില്ല അല്ലേ. ആ സമയത്ത് നമ്മൾ റീൽസ് ഒക്കെ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യും. ഫോട്ടോഷോപ്പ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഈ ഡാവിഞ്ചിയിലേക്ക് ആഡ് ചെയ്യാം അല്ലേ. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ ഇതേപോലെ അവിടെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ മാറ്റം വന്നോളൂ. അപ്പോൾ നമുക്ക് ഒരൊറ്റ ഫോട്ടോഷോപ്പ് ഫയൽ ഇവിടേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ അടുത്ത റീൽസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്ന് ചെറിയ മാറ്റങ്ങൾ വരുത്തി കൊടുത്ത് ജസ്റ്റ് സേവ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടേക്ക് ആഡ് ആവും. ഇതിന് നമുക്ക് വേണമെങ്കിൽ സ്മാർട്ട് ബിന്നിൻ്റെ അകത്തേക്കൊക്കെ മാറ്റി വെക്കാം അല്ലേ. പവർ ബിന്നിൻ്റെ അകത്തേക്ക് ഇതേപോലെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഇവിടേക്ക് ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണ്ട് അത് മാത്രം ഫോട്ടോഷോപ്പ് പോയിട്ട് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ബിഗിനർ ട്യൂട്ടോറിയൽ അല്ല വേറെ എന്തെങ്കിലും ആണെങ്കിലോ അത് ഇവിടെ റീപ്ലേസ് ചെയ്ത് മാറ്റി എഴുതി കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി മാത്രം ഒരു ക്ലാസ് വേറെ എടുക്കാം. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇത്തരം നല്ല ഒരുപാട് കൂടുതൽ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സ് ആണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നത് നമുക്ക് ആവശ്യമുള്ളതായ കുറച്ച് അപ്ഡേറ്റ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് വെബ്സൈറ്റ് ത്രൂ ക്ലാസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെയ്ഡ് കോഴ്സാണ്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇതിനേക്കാളും കൂടുതൽ ഡീപ്പായിട്ടുള്ള ടിപ്സ് ഉണ്ട്. ഇതിൽ കുറച്ച് ഡീപ്പ് ടിപ്സുകൾ വേറെ ഉണ്ട്. അതൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അതേപോലെ A to Z കാര്യങ്ങൾ ഓർഡറായിട്ട് പഠിക്കുകയും ചെയ്യുക. ഇതാണ് വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ. ഓക്കെ അല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.